ഇപ്പം നമ്മൾ സ്കൂളിൽ തന്നെ ഡ്രഗ്സിന് ഇതാവുന്ന കുട്ടികളുണ്ട്. പക്ഷെ അത് സ്കൂൾ തലത്തിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കോളേജിൻ്റെ കാര്യം പറയണ്ടല്ലോ. രാഷ്ട്രീയം നല്ലതൊക്കെയാണ്, പക്ഷെ അത് അക്രമ രാഷ്ട്രീയമായി മാറുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരാളെ അടിച്ചമർത്തിക്കൊണ്ട് നേടേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ, ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ആണ്, സ്വന്തമായിട്ട് മൈൻഡിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രയും നീചമായി, ഇത്രയും ക്രൂരമായി, മനുഷ്യത്വരഹിതമായിട്ട് സ്വന്തം സഹപാഠിയോട് പെരുമാറാൻ പഠിപ്പിക്കുന്നതാണെങ്കിൽ ആ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് എന്ത് പ്രയോജനം? ക്യാമ്പസ് രാഷ്ട്രീയം പൈശാചികതയ്ക്ക് വഴിമാറുന്നു. ഒടുവിലത്തെ ഇര പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ. പേര് റാഗിംഗ് എന്ന പേരിലും. കോടതി നിരോധിച്ച റാഗിംഗ് ഇപ്പോഴും തുടരുന്നുവോ? എന്താണ് പരിഹാരം? ജനാഭിപ്രായങ്ങൾ. ഇങ്ങനെ ഈ അക്രമാസക്തമാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇത് ഈ റാഗിങ് തന്നെ നിർത്തലാക്കിയതാണ്. പിന്നെ വീണ്ടും ഇത് എങ്ങനെ വന്നു അതെ, പിന്നെ എങ്ങനെ വീണ്ടും ഇത് നമുക്ക് എല്ലായിടത്തും പോയി അന്വേഷിക്കാൻ പറ്റും? ഈ രാഷ്ട്രീയ പാർട്ടികളാണോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതിനെപ്പറ്റി അത് ഈ വിദ്യാർത്ഥികൾ ചിലർ നമ്മൾ തന്നെ പറയത്തില്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ തന്നെ ഈ കുറേ നല്ല കുട്ടികളുണ്ട്, ഈ ഡ്രഗ്സിന് ഇതാവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം, ഇപ്പം കുറച്ച് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് സ്കൂൾ തലത്തിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കോളേജിൻ്റെ കാര്യം പറയണ്ടല്ലോ. അതുവഴിയായിരിക്കാം ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരുടെ ഇതിൽ വഴിയാണല്ലോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ചാൻസിൽ അതായിരിക്കാം സാധ്യത. ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ അക്രമാസക്തമാകുന്നതാണ് നമ്മുടെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നാണോ ഈ കോളേജുകളിലെ വിദ്യാർത്ഥികളെ ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്? ഇത് കോളേജ് തലത്തിലൊന്നായിരിക്കില്ല, ചിലപ്പോൾ അവരുടെ സ്കൂൾ തലം മുതലേ ഉള്ള ഒരു ശീലമായിരിക്കാം കോളേജിൽ എത്തുന്നത്. അല്ലാതെ കോളേജിൽ പുതിയതായിട്ട് അല്ലെങ്കിൽ കോളേജിൽ വരുന്നവരെ അവിടെ നേരത്തെ ഉള്ള ഇതുപോലെയുള്ള ആൾക്കാർ കോളേജുകളിലുണ്ട്. അങ്ങനെ അത് സംഘങ്ങളെ ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് സാധാരണമായിട്ട് കേൾക്കുന്നതാണ് ഈ മയക്കുമരുന്ന് കാര്യങ്ങളെല്ലാം. ഇത് എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണത്തിലും നയിച്ചത് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ സ്വാധീനമാണെന്ന് കരുതുന്നുണ്ടോ? അതിനെപ്പറ്റി കറക്റ്റ് നമുക്ക് അറിയത്തില്ല. അതെ, അതിപ്പോൾ ഈ ഉന്നത തലത്തിലുള്ളവരെയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഉന്നത തലത്തിലുള്ളവരായിരിക്കാം ഇപ്പം തന്നെ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അത് ഇപ്പം അവരുടെ വ്യക്തി വൈരാഗ്യം ആയിരിക്കാം, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മയക്കുമരുന്ന് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്കൂളിൽ തന്നെ സ്കൂളിൻ്റെ അടുത്ത് കച്ചവട സ്ഥാപനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെ എല്ലാം നടക്കുന്നുണ്ട്. മയക്കുമരുന്ന് എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. ശരിക്കും ഇതിൽ മയക്കുമരുന്ന് ലോബിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാമോ? എനിക്കറിയില്ല കൃത്യമായി പറഞ്ഞാൽ. ഞാൻ അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നോക്കിയിട്ടുമില്ല, വിവരങ്ങൾ ശേഖരിച്ചിട്ടുമില്ല. കോളേജിലെ അക്രമ രാഷ്ട്രീയത്തിനെ എങ്ങനെ നോക്കി കാണുന്നു? ഒരു വിദ്യാർത്ഥിയല്ലേ? അല്ല, ഞാൻ വർക്കിംഗ് ആണ്. രാഷ്ട്രീയം നല്ലതൊക്കെയാണ്, പക്ഷെ അത് അക്രമ രാഷ്ട്രീയമായി മാറുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ്. ക്രൂരമായ ഒരു കൊലപാതകമല്ലേ ഈ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ നടന്നത്? അത് ഏതൊരു മനസാക്ഷിയും ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. പൊതുസമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച്? സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ അതിന് ക്യാമ്പസ് രാഷ്ട്രീയം നിർത്തലാക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ക്യാമ്പസ് രാഷ്ട്രീയം നല്ലതാണ്, അത് നല്ലതായ രീതിയിൽ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. അല്ല ഇങ്ങനെ അക്രമ രാഷ്ട്രീയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാനും ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും. ഈ റാഗിങ് കോടതി നിയമം മൂലം നിരോധിച്ചതാണ്. അടുത്തിടെ റാഗിങ്ങിൻ്റെ പേരിൽ പൂക്കോട് വെറ്റിനറി കോളേജിലൊരു സിദ്ധാർത്ഥൻ എന്നൊരു പയ്യൻ്റെ മരണം വരെ സംഭവിച്ചു. ക്രൂരമായൊരു കൊലപാതകമെന്നാണ് പൊതുവെ കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് തോന്നുന്നു? അത് ഒട്ടും ശരിയല്ലാത്ത രീതിയാണ്. അപ്പം രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരാളെ അടിച്ചമർത്തിക്കൊണ്ട് നേടേണ്ട ഒരു കാര്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അക്രമത്തോടെ ഒന്നും നേടാൻ ആർക്കും കഴിയത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരെയും കൺവേ ചെയ്ത് കൊണ്ടുപോകേണ്ട അതാണ് ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പാർട്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ അക്രമത്തോടെ ഒന്നും നേടേണ്ടതല്ല. അല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ എതിർക്കുമ്പോഴും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ
ഒരു തീരുമാനം രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നത്? അതല്ല ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണം? ഇത് മേൽത്തട്ടിൽ നിന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈ ലെവലിലുള്ള ഓരോ പൊളിറ്റീഷ്യൻസും താഴെത്തട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള അവരെ എന്താ പറയുക നേതാക്കൾ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അവർ നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർ ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണിതെല്ലാം. അപ്പം അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുവാണ് താഴെത്തട്ടിലുള്ളവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവത്തുമില്ല. ഈ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ഈ രൂപതരം ഗുണ്ടകളെ വാർത്തെടുക്കുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടോ? അത് ഒട്ടും തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് യൂത്തായിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും എന്തിനും എന്താ പറയുക ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ തക്ക കഴിവുള്ള ആരെങ്കിലേക്ക് അവർക്ക് വേണം. ഇപ്പം പോലീസുകാരെ കടിക്കാൻ വരുമ്പോഴത്തേക്ക് ഇപ്പം എന്താ പറയുക വീട്ടിൽ കുറച്ച് നേരെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ കേസ് വരും, ഫ്യൂച്ചർ നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊരിക്കലും അങ്ങനത്തെ ഒരു ഇതിനായിട്ട് പോകത്തില്ല. അങ്ങനെ ചിന്തിക്കാതെയാണല്ലോ പ്രവർത്തിക്കുന്നത്. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത്. അപ്പം അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ ഹൈ ലെവലിലുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവർ തന്നെ മോഡിഫൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇത് മുകൾ തട്ടി നിന്നേ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. താഴോട്ട് ഉള്ള പിള്ളേരെ സ്കൂൾ തലത്തിലും വരേണ്ടത്. സ്കൂൾ തലത്തിൽ ആക്ച്വലി പൊളിറ്റിക്സ് ഒരിക്കലും പാടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കോളേജിലും ഒരു ലെവൽ വരെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എന്താ പറയുന്നത് ഐഡിയാസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒരു ഡിസഡ്വാൻറ്റേജാണ് ഈ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. പിന്നെ എല്ലാത്തിനും ഒരു കൺട്രോൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം, ഒരു ഗൈഡ് ലൈൻ വേണം. അതിപ്പോൾ താഴെത്തട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ആണ്, സ്വന്തമായിട്ട് മൈൻഡിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. അതിനിപ്പോൾ ഒരു രാഷ്ട്രീയം ഒരു പർട്ടിക്കുലർ ഇതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. ലൈക്ക് പാർട്ടിയുടെ പേരിൽ അങ്ങനെയല്ല, സ്വന്തമായിട്ട് തീരുമാനിക്കണം. അത് എന്തായാലും പാർട്ടി ആണെങ്കിലും എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ലൈക്ക് ഇത് ചെയ്തുകൂടാ ഇല്ല എന്നുള്ള. അപ്പോൾ ആ ഒരു ബോധം ഇല്ലാതെ എന്ത് ചെയ്താലും രക്ഷിക്കപ്പെടും എന്നുള്ളൊരു അഹങ്കാരം ഉള്ളപ്പോൾ പാർട്ടികളുടെ ഒരു പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്തുണ കാണുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്യത്തില്ലല്ലോ. നമ്മുടെ ഭാവി പോകും. ഇപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ഭാവി പോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ എന്നെ ഏതെങ്കിലും ഒരു ആരെങ്കിലും പാർട്ടി എന്നല്ല ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ നിന്നാൽ ഞാൻ അത് ചെയ്യുമല്ലോ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് സ്വന്തമായിട്ടുള്ളൊരു ഡിസിഷനാണ്. ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണമല്ലോ, സ്വന്തമായിട്ട് മനസ്സിലാവേണ്ട കാര്യമാണല്ലോ. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എനിക്കും ചില ധാരണ. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം പ്രൊഫസറായിരുന്ന ആളാണ്, സംസ്കൃത കോളേജിലും ആയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം അപ്പാടെ വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രയും നീചമായി, ഇത്രയും ക്രൂരമായി, മനുഷ്യത്വരഹിതമായിട്ട് സ്വന്തം സഹപാഠിയോട് പെരുമാറാൻ പഠിപ്പിക്കുന്നതാണെങ്കിൽ ആ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് എന്ത് പ്രയോജനമാണെന്നാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം സമീപകാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയോട് കൂടിയാണല്ലോ നടക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. ഇപ്പം തന്നെ പറയുന്നത് SFIയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അവരല്ലേ ഇത് ശരിക്കും നിയന്ത്രിക്കേണ്ടത്? സംശയമില്ലാത്ത കാര്യം. അവരിതിന് പിന്തുണ കൊടുക്കുന്നുണ്ടല്ലേ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു അതിന് പ്രേരിപ്പിക്കുന്നത്. ഈ യാതൊരുവിധ പ്രോത്സാഹനവും കൊടുക്കാതെ തന്നെ അവരിതെല്ലാം ചെയ്താലും യാതൊരു വിധത്തിലും അവരോട് പൊറുക്കാൻ പാടില്ല. അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. താത്വികമായി ആശയരംഗത്ത് നിരന്തരമായി എഴുതുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത്ര പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. ഇത് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വത്തിൻ്റെ ഒരു ലേശം പോലും തീണ്ടാത്ത ഒരു സംഭവമല്ലേ. റാഗിങ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഇവന്മാർ ധരിച്ചു വച്ചിരിക്കുന്നു. പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു കുട്ടി കടന്നു വരുമ്പോൾ അവൻ വീട്ടിലുള്ള ആ ചെറിയ വൃത്തത്തിനകത്ത് പെരുമാറിയുള്ള ശീലങ്ങൾ വെച്ചിട്ട് ഇവിടെ പെരുമാറുന്നതിന് പല പരിമിതികളും കൂടെ അവനെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ആദരണീയമാണ്.
അത് പോയി ഇത് മദ്യം മയക്കുമരുന്ന് ഇതിൻ്റെ എല്ലാം അഡിക്റ്റുകളായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അത് ചെയ്യാനൊക്കില്ല. സ്വബോധമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും, കൂടെ ചെയ്യാൻ പറ്റില്ല. അത് ഏത് വിധ പിന്നെ നടപടി എടുത്തായാലും അത് ഇതിന് രാഷ്ട്രീയ സപ്പോർട്ടൊന്നും കൊടുക്കാൻ പാടില്ല ഒരു വിധത്തിലും. പാർട്ടിക്ക് കൊടുക്കാൻ പാടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്തുനിന്നും അതിനുള്ള സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാടിപ്പോൾ അങ്ങനെയൊന്നും അല്ല പോകുന്ന കാര്യം. എന്താ രാഷ്ട്രീയത്തിൽ കോളേജിലുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിലാണുള്ളത് അങ്ങനെ നടന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം നല്ലതാണ് കോളേജിൽ, പക്ഷേ ഈ റാഗിങ്ങൊക്കെ ആകുമ്പോഴാണ് ഓവറായിട്ടുള്ളത് ആകുമ്പോഴാണ് നമുക്കൊരു പ്രശ്നമൊക്കെ വരുന്നത്. ഈ റാഗിങ് ഇത്രയും ക്രൂരമായൊരു റാഗിങ്ങിൻ്റെ ഇതിലെന്തെങ്കിലും മയക്കുമരുന്ന് ലോബിയുടെ ഒരു കൈ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അത് കൂടുതൽ അന്വേഷിച്ചാലല്ലേ നമുക്ക് അതിനെപ്പറ്റി അന്വേഷിച്ച് നടക്കുമല്ലേ. അപ്പം ചെയ്യാൻ കഴിയുമോ അറിയത്തില്ല. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെയാണ് ഇങ്ങനെയാണ് പ്രശ്നം നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് നമുക്ക് കണ്ടു. ക്യാമ്പസിലെ റാഗിംഗ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവസാനത്തെ ഇരയായി പൊലിഞ്ഞടങ്ങിയത് സിദ്ധാർത്ഥൻ. ഇത് മാഫിയ സംഘങ്ങളോ അതോ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ക്രൂര സംഘമോ? അതെ, അതുതന്നെയായിരിക്കും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.